ഒറ്റപ്പാലം കണ്ണിയമ്പുറം തോടിനു കുറുകെ കിടന്നിരുന്ന മരം നഗരസഭ പണം ചെലവഴിച്ച് മുറിച്ചുമാറ്റിയതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ഒറ്റപ്പാലം നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ രാമകൃഷ്ണൻ മാസ്റ്റർ. ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയും അടിയന്തര പ്രാധാന്യത്തോടെയും ചെയ്ത ഒരു സാമൂഹിക പ്രവൃത്തിയെ രാഷ്ട്രീയ ലാഭത്തിനായി വളച്ചൊടിക്കാനാണ് UDFും പ്രതിപക്ഷവും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മരം നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് വെട്ടിമാറ്റിയെന്ന UDF അംഗങ്ങളുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായാണ് വാർഡ് കൗൺസിലറും സ്ഥിരം അധ്യക്ഷനുമായ രാമകൃഷ്ണൻ മാസ്റ്റർ രംഗത്തെത്തിയത്. തോട് വരമ്പത്താണ് ഈ മരം നിന്നിരുന്നത്. ഇത് ഒരിക്കലും ഒരു സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലെ മരമല്ല, മറിച്ച് തോട് പുറമ്പോക്ക് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന മരമാണിതെന്നും രാമകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. എൻ്റെ വാർഡിൽ ഒരു തോട്ടിൽ വീണ മരം വെട്ടിയതുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ഈ ആരോപണം വസ്തുതാവിരുദ്ധമാണ് എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഈ മരം നിൽക്കുന്നത് ഒരു നാരായണൻകുട്ടി എന്ന് പറയുന്ന ഒരു കർഷക തൊഴിലാളിയുടെ കൃഷിയിടത്തിൻ്റെ വക്കത്ത് തോടിനോട് ചേർന്നാണ്, തോട്ട് വരമ്പത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിൽക്കുന്ന മരമാണ്. ആ മരം കഴിഞ്ഞ വെള്ളപ്പൊക്കം ആ സമയത്താണ് തോന്നുന്നു അത് പുഴങ്ങി തോട്ടിലേക്ക് മറഞ്ഞു പോകുന്നു. അപ്പോൾ അവിടെ ഉള്ള ഒരു 8-10 വീട്ടുകാരെ സംബന്ധിച്ച് വെള്ളപ്പൊക്ക ഭീഷണി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ അവർ ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഞാൻ ഈ കാര്യം നഗരസഭയിൽ അത് ഉന്നയിക്കുകയും നഗരസഭയിൽ നിന്ന് ബന്ധപ്പെട്ട JHI അവിടെ സ്ഥലപരിശോധന നടത്തുകയും ആ സ്ഥലപരിശോധനയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മരം വെട്ടി നീക്കുന്നതിന് വേണ്ട നടപടികളെക്കുറിച്ച് അതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ആ മരം മാത്രമല്ല, അതിൻ്റെ തൊട്ടടുത്തായി ഇരു കരകളിലായിട്ട് 6-7 ചെറിയ, ഇത്ര വലിപ്പമില്ല എങ്കിൽ പോലും മരങ്ങളുണ്ട്. ഒരു മരമാണെങ്കിൽ ഉണങ്ങി വാടിക്കരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലാണ്. വലിയ ഉയരമുള്ള മരങ്ങളാണ് എല്ലാം. അപ്പോൾ അത് വെട്ടി നീക്കുക എന്നത് അനിവാര്യമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. ആ നിലയ്ക്കാണ് അടിയന്തര പ്രാധാന്യത്തോടു കൂടി അത് വെട്ടി നീക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചത്. അപ്പോൾ ഇവരുടെ ആരോപണം അത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് എന്നാണ്. ഒരിക്കലും അത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമല്ല. തോട് പുറമ്പോക്ക് എന്ന് നമ്മൾ പറയുന്ന തോടിൻ്റെ കരകളിലുള്ള ഭാഗത്താണ് ഈ മരങ്ങൾ. അപ്പോൾ ഇവർ പറഞ്ഞ ഈ വാദം അംഗീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നഗരസഭ തോട് വൃത്തിയാക്കുന്ന വലിയ പ്രവർത്തനം ചെയ്തു. ആ പ്രവർത്തനത്തിൽ ഉടനീളം തോടിൻ്റെ വശങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് മരങ്ങൾ വെട്ടി നീക്കിയിട്ടാണ് ആ തോടിൻ്റെ വൃത്തിയാക്കൽ നടന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ തോടിൻ്റെ സമീപത്തുള്ള എല്ലാ മരങ്ങളും വെട്ടി നീക്കാൻ അതത് തൊട്ടപ്പുറത്തുള്ള സ്ഥല ഉടമസ്ഥനോട് ആവശ്യപ്പെടുക എന്നുള്ള രീതിയിലാണോ ചെയ്യേണ്ടത്? സാമൂഹ്യ പ്രശ്നം പരിഹരിക്കാൻ നടപടിയെടുത്ത നഗരസഭയുടെ പ്രവൃത്തിയെ ജനങ്ങൾക്ക് മുൻപാകെ തെറ്റിദ്ധരിപ്പിക്കുന്നതായും രാമകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഒരു വലിയ ഒരു പ്രശ്നം, സാമൂഹ്യ പ്രശ്നം എന്ന നിലയ്ക്ക് ഒരു വിഷയം വന്നാൽ അത് പരിഹരിക്കാൻ നടപടിയെടുത്ത നഗരസഭയുടെ പ്രവൃത്തിയെ ജനങ്ങളുടെ മുമ്പാകെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക എന്നത് ഒരു ശരിയായ നടപടിയല്ല. അപ്പോൾ ഈ മരം അവിടെ നിന്ന് വെട്ടി നീക്കി, ഇപ്പോൾ വെട്ടി നീക്കിയ സ്ഥലം, മരം കിടക്കുന്നത് ഈ പറയുന്ന വ്യക്തിയുടെ കൃഷിസ്ഥലത്താണ്. അപ്പോൾ അയാൾ ആ കൃഷിസ്ഥലത്ത് ഇപ്പോൾ അയാൾക്കത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പരാതിയാണ് വാസ്തവത്തിൽ അയാളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ അയാൾക്ക് ഒരു വലിയ സാമ്പത്തിക ലാഭം കിട്ടുന്ന മരമാണെങ്കിൽ അത് അയാൾ തന്നെ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം. അപ്പോൾ അതല്ല. ഇതുപോലുള്ള ഇത്തരം അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളും മറ്റും വെട്ടി നീക്കിയിട്ടാണ് ഇപ്പോൾ ഈ തോട് നവീകരണം, കിഴക്കേ തോടും പടിഞ്ഞാറേ തോടും നവീകരണം നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ വെറുതെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നതിനപ്പുറം ഒരു വസ്തുതയും ഇതിൻ്റെ പിന്നിലില്ല എന്നാണ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ഐശ്വര്യ ഹൈടെക് ലേഡീസ് ബ്യൂട്ടി പാർലർ ആൻഡ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ, ഗോൾഡൻ പ്ലാസ ബിൽഡിംഗ്, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് എതിർവശം, ഒറ്റപ്പാലം.